ഹായ് ഹലോ നമസ്കാരം. അമ്മദ് വില്ലയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഒന്നൊന്നര കുഴിമന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിച്ചു തരണം. ഇത് ഒന്നൊന്നര ഒരു കിടുക്കാച്ച് കുഴിമന്തി തന്നെയാണ് കേട്ടോ. ഞാൻ ഈ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഒരു മീഡിയം ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ച് അതിന് എല്ലാത്തിനും ഒന്ന് കുത്തി കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്തോട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയാണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. നമുക്കിതിന് വേണ്ടത് ചിക്കൻ സ്റ്റോക്ക് വേണം, വിനാഗിരി, ഒരു നാരങ്ങ, മന്തി മസാല, മുളക് പൊടി, പിന്നെ മല്ലിയില, പുതിനയില, 2 ക്യാപ്സിക്കോ, ഉപ്പ്, കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ടൊരു 3 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇപ്പം അയഞ്ഞ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തോട്ടൊരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഏലക്ക. അത് കഴിഞ്ഞ് ചിക്കനകത്ത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതൊരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കയും മല്ലിയിലയും പുതിനയിലയും കൂടെ കുഞ്ഞതായിട്ട് ഈ ക്യാപ്സിക്കയും ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞ് വേണം നമുക്ക് ഇതിനകത്തിടാൻ. അത് ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേരാൻ വേണ്ടിയാണ്. പിന്നെ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അതിനുശേഷം 2 നാരങ്ങ ഉണ്ടെങ്കിൽ 2 നാരങ്ങ നമുക്ക് അതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഇതിനകത്ത് 2 സ്റ്റോക്ക് വെച്ചാണ് വരുന്നത്. ഞാൻ അങ്ങനെ 4 സ്റ്റോക്കാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് എല്ലാം ചേർന്നാണ് ചിക്കൻ സ്റ്റോക്കിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപ്പായി പോകും കേട്ടോ ചിക്കൻ കറിക്ക്. അതിനുശേഷം മന്തി മസാല ഒരു 3 ടീസ്പൂൺ മന്തി മസാല കൂടി ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഞാനിത് നല്ലതായിട്ട് കുഴയ്ക്കുകയാണ്. നല്ലതായിട്ട് കുഴച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോടും ചെല്ലുന്ന രീതിയിൽ നമ്മൾ നല്ലതായിട്ട് കുഴയ്ക്കണം. നമ്മൾ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തേക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുമ്പം അതിന് ആ ചിക്കനുള്ളിലോട്ട് ഇതിൻ്റെ മസാലകളെല്ലാം കൂടി ചെന്ന് നല്ല രുചിയായിരിക്കും. പിന്നെ ചിക്കൻ നമ്മളിപ്പോൾ പുഴുങ്ങിയെടുക്കുമ്പം പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൊണ്ടൊന്ന് ഇളക്കി ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാലും മതി, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള പാത്രം എടുത്ത് അതിനകത്ത് അരപ്പാത്രത്തോളം വെള്ളം എടുത്ത് വെക്കുക. അതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക്, തകോലം, ഗ്രാമ്പു, ഏലക്ക, ഉണക്കം നാരങ്ങ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം തിളപ്പിക്കുക. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ലൈലയുടെ ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല റൈസാണ്, വലിയ വിലയില്ല, നീളമുള്ള അരിയുമാണ്. വേഗുന്നതനുസരിച്ച് ഇത് നല്ലതായിട്ട് പൊരിഞ്ഞ് വരികയും ചെയ്യുവേ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഇടുകയാണ്. നെയ്യ് ഒഴിച്ച് ചോറ് വെന്ത് വരുമ്പോഴത്തേക്ക് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കത്തില്ല. അപ്പം നല്ലതായിട്ട് വെന്തും കിട്ടും, നല്ല രുചിയായിരിക്കും, നല്ലൊരു മണവും കിട്ടും. അങ്ങനെ അരിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി അതിന് സമയം കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ തിളച്ച് വരുമ്പം നമ്മളത് ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തൊന്ന് അതിനെ നല്ലതായിട്ടൊന്ന് പുഴുങ്ങി വേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കണ്ടോ, നമ്മൾ ആ ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് അതിന് നല്ല കളറൊക്കെ വന്നേക്കുന്നത് കണ്ടോ.
അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതായിട്ടൊന്ന് അരി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് ചിക്കൻ എല്ലാ ഭാഗവും ഒന്ന് വേകാൻ വേണ്ടി തീ കുറച്ച് വെച്ച് ചെയ്യുക. അരി ഒന്ന് വെന്ത് വരുമ്പോൾ സമയത്തേക്ക് നമ്മൾ ചിക്കനകത്ത് നിന്ന് ആ ചിക്കൻ്റെ നിറങ്ങിയ വെള്ളവും ആ സ്റ്റോക്കിൻ്റെ വെള്ളവും എല്ലാം കൂടി നമ്മൾ ഈ അരിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ അരി ചോറയിലോട്ട് അതിൻ്റെ ആ ഫ്ലേവറെല്ലാം കൂടെ പിടിച്ച് നമുക്ക് ആ കുഴിമന്തി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് ഇത് എൻ്റെ റെസിപ്പിയാണ്. അതിനുശേഷം ചോറ് നല്ലതായിട്ട് ഊറ്റി കഴിയുമ്പം ആ ചിക്കനകത്ത് നമ്മൾ ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ചിക്കൻ്റെ സ്റ്റോക്കും വെള്ളവും എല്ലാം കൂടെ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്ത് ചിക്കൻ്റെ മുകളിലോട്ട് അരി ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം അതിൻ്റെ പുറത്ത് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് തളിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും അരി ഇടുക. വെന്ത അരി വീണ്ടും ഇട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയല്ല, ഒന്ന് വെച്ചിട്ട് ഒതുക്കി നമ്മളെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ കുറച്ചും കൂടെ ഇരിക്കുന്ന നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ വെള്ളം ഇതിൻ്റെ പുറത്തോട്ട് അവസാനമായിട്ട് ഒന്നും കൂടെ ഒന്ന് തളിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഏറ്റവും കുറച്ച ഫ്ലെയിമിൽ നമ്മളൊന്ന് ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫ്ലേവറെല്ലാം നമ്മുടെ ഈ അരിയിലോട്ട് വന്ന് പിടിച്ച് ചൂട് കൊണ്ട് അതിനകത്ത് നല്ലൊരു സ്മെല്ലും നല്ലതായിട്ട് അതിൻ്റെ ആ ഫ്ലേവറെല്ലാം ചെല്ലുകയും ചെയ്യും. നമ്മളിതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സലാഡെന്ന് പറഞ്ഞാൽ നമ്മളതിനു വേണ്ടി നല്ല ജീരകം, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇത്രയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറുതായിട്ട് തക്കാളി അരിഞ്ഞ ശേഷം ഞാൻ ചോപ്പറിനകത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മിക്സിക്കകത്ത് വെച്ച് അരച്ച് കഴിഞ്ഞാൽ അതങ്ങ് പേസ്റ്റായി പോകും. അങ്ങനെ പേസ്റ്റ് ആകാൻ പാടില്ല. നമുക്ക് അത്ര പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 3 പച്ചമുളക്, തക്കാളി, 3 വെളുത്തുള്ളി അല്ലി, നല്ല ജീരകം, ഉപ്പ് ഇത്ര ഇട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇരുന്നാൽ മതി. ശകലം കൂടെ ഒന്ന് അരിഞ്ഞിട്ടോ കുഴപ്പമില്ല. എന്നിട്ട് അതും മയോണൈസും ആയിട്ട് നമ്മൾ ചിക്കൻ ഏറ്റവും അടിയിലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണം, നമ്മളൊരു പാത്രത്തിലോട്ട് കുറേ റൈസ് എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ എടുത്ത് മുകളിലോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ കേട്ടോ. ഒന്നാം തരം അടിപൊളി കുഴിമന്തിയാണ്. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു തരണം കേട്ടോ. ഞാൻ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അമോദ് ബില്ല. താങ്ക് യു.